അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ഇവിടെ എത്താറായല്ലേ. ഇനി നിസ്സാരം ദിവസങ്ങളും കൂടിയുള്ളൂ ബാക്കി. അപ്പോൾ നമുക്കൊരു മധുരമൂറും ഒരു റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട് സലാഡാണ് തയ്യാറാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് പാൽ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് പൗഡർ വേണം. ഞാനിവിടെ ഒരു 2 സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം നമുക്ക്. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയെങ്കിൽ കുറച്ച്. ഇപ്പോൾ ഇവിടെ ഞാനൊരു 4 സ്പൂണോളം തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഇട്ട് എടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കണം. അടിയിൽ പിടിക്കരുത്. നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് വരും. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ആപ്പിളും പഴവും മുന്തിരിയും മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ആപ്പിൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ആപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിളാണ് എടുത്തേക്കുന്നത്. 2 നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. അതെല്ലാം തൊലി കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് തന്നെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നേരിയതായിട്ട് വളരെ തിന്നായിട്ട് തന്നെ അരിഞ്ഞിട്ടാൽ മതി. എന്നാലാണ് ടേസ്റ്റ് കൂടുന്നത്. അങ്ങനെ ആപ്പിളും പഴവും എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തന്നെ ഭയങ്കര തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അങ്ങനെ ആപ്പിളും പഴമൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി ഇതുപോലെ തന്നെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരി മതി, ഒരുപാട് മുന്തിരിയുടെ ആവശ്യമില്ല. 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമുക്ക്. ഇറക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും തണുത്ത് കഴിയുമ്പോഴേക്കും അതും ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കണം. രണ്ടും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം. ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് മധുരമൂറും റെസിപ്പി ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.